ഹലോ ഗൈസ്, അപ്പോൾ ഞാനിത് എങ്ങോട്ടാ ഇത്ര ഒരുങ്ങിയിട്ടെന്നല്ലേ? അതെ ഗൈസ്, ഇന്നൊരു റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഇട്ടിട്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ ഗൈസ്. അതിനുശേഷം എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദക്ഷും മേഘവും കൂടി ഫ്രണ്ടിൽ കുട പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ബാക്കിൽ മെല്ലെ വരുന്നുണ്ട്. ചെറിയൊരു പാട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ കുട എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇത്രയും ഒരുങ്ങി വന്നിട്ട് അതൊന്നും പോകാൻ പാടില്ലല്ലോ ഗൈസ്. പിന്നെ കുറച്ച് നടന്നതിന് ശേഷം നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മണ്ഡപം കുറച്ച് ദൂരെയാണ് ഗൈസ്, അത് കാരണം നമ്മൾ ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞാനും മേഘവും മാത്രമല്ല, അമ്മമ്മയൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിത് ഓഡിറ്റോറിയം എത്തി. ദക്ഷും മേഘവും കൂടി ഫ്രണ്ടിൽ പോകുന്നുണ്ടായിരുന്നു. മൂലയിൽ ഓഡിറ്റോറിയം എന്നാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര് ഗൈസ്. പേര് കൊള്ളില്ലെങ്കിലും വലിയൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ മുകളിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇത് മേഘവും ആണെങ്കിൽ മേഘവും ദക്ഷും കൂടി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതേ ഒരേ ചിരിയായിരുന്നു. അങ്ങനെ നമ്മൾ ഏട്ടനെയും ചേച്ചിയൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതേ നല്ല തിരക്കായിരുന്നു മുകളിലാണെങ്കിലും, അതുപോലെ താഴെ ഫുഡ് കോർട്ടിലാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം തിരക്കൊക്കെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരക്കൊക്കെ കുറച്ച് പോയി എന്ന് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ താഴേക്ക് ഫുഡ് കോർട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങായിരുന്നു ഗൈസ്. അപ്പോഴാണെങ്കിൽ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമുക്ക് ലൈൻ നിൽക്കേണ്ടി വന്നു, കാരണം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് തിരക്കായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ലൈൻ നിന്ന് അങ്ങനെ ഇത് ദക്ഷു പ്ലേറ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവൾ ഫസ്റ്റ് തന്നെ പോയി വാങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അവൾ ഫുഡൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണിയും ആപ്പവും കടലക്കറി, പിന്നെ പട്ടൂരിയും എന്തോ സംഭവം, പിന്നെ ചില്ലി ചിക്കനും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ദക്ഷു ആദ്യം പോയി ഫുഡ് വാങ്ങി അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മേഘും അമ്മമ്മയും കൂടി ഇത് എവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. നിറയെ ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോപ്കോൺ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ദക്ഷു എല്ലാം വാങ്ങിയ പോലെ ഫസ്റ്റ് തന്നെ പോയി പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും അങ്ങനെ വാങ്ങി ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ അങ്ങനെ നമ്മൾ പോകാൻ നിൽക്കുമായിരുന്നു. പോകുമ്പോഴും മഴയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ മണ്ഡപത്തിൽ നിന്ന് കാരണം മഴയുള്ളതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ പോകുമ്പോഴും നമ്മൾ ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ദക്ഷ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടാവും, റോഡിലൊക്കെ മൊത്തം വെള്ളമായിരുന്നു. പിന്നെ നല്ല മഴപ്പാറ്റുണ്ടായിരുന്നു. മഴപ്പാറ്റല്ല, അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് നേരം അവിടെ തന്നെ വണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് ബൈ, സീ യു.